നമ്മള് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇറക്കിയ വിജയിക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ഒരു പോർഷൻ ഓഫ് ആൾക്കാരുണ്ടാവും. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ, ആരോടൊക്കെ ചോദിക്കുന്നതെന്ന് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം, ഒരു അനുഭവം പറഞ്ഞുതരാം. നമ്മളവിടെ ഒരു ജ്യൂസ് പീടി ഇട്ടിരുന്നു, ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഒരു കട കടയായിരുന്നു അത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് പൂട്ടിപ്പോയി, 3 മാസം കൊണ്ട് പൂട്ടിപ്പോയി. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് സാധനം ക്വാളിറ്റീന്റെ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ അവർ കൊണ്ടുവന്ന് വെച്ചത് എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് സാധനമാണ്. അവർ കൊണ്ടുവന്ന് വെച്ചത് പറഞ്ഞാൽ ഒരു സാധാ ഒരു ഗ്രാമം പോലത്തെ ഒരു പ്രദേശത്താണ്. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു, പേഴ്സണലി ചോദിച്ചു, അല്ല എന്താ ഇത് ഇങ്ങനെ ഈ കച്ചവടം ഉണ്ടോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരെടുത്തൊരു സാമ്പിൾ സൈസ്, അല്ലെങ്കിൽ അവർ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ 5 പേരോടാ മെയിനായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചത്. അതിൽ 2 പേര് പുറമെ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരെ, വേറെ 2 പേര് ഈ സ്റ്റേറ്റിലെ അല്ല, വേറെ ആൾ മാത്രമേ ഗ്രാമത്തിലുള്ളൂ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് ഉഷാറാവും, സെറ്റാവും, മറ്റേതാവും എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സാമ്പിൾ സൈസ് ഇറക്കുമ്പോൾ ഏത് മാർക്കറ്റിലാണോ നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രം തന്നെ പോയിട്ട് സൈസ് എടുക്കുക. സൈസ് എടുക്കുമ്പോൾ അത്യാവശ്യം എടുക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങളൊരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ എത്തുക.